ഹലോ ഗായ്സ്, ഇന്നെല്ലാവർക്കും പിന്നെയും നോട്ട് കർണാട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും അങ്ങോട്ട് ക്ലാപ്പ് അടിക്കൂ. ഇന്ന് നമ്മൾ എല്ലാം ബോസസിനെ കൊല്ലാൻ പോകണട്ടെ. സൂപ്പർ പേർട്ടാ. ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണത്, എല്ലാം ബോസസിനെ കൊല്ലാൻ പോണേട്ടാ. ഐ മീൻ ടർട്ടിലുകളും പിന്നെ എന്താണ് സ്നോ വാലിത്തെ യെറ്റിയും പിന്നെ ഗാർഡിയൻ ഓഫ് ദി ഗാലക്സിയുടെയും പിന്നെ പർപ്പിൾ ബിയറിനെയും കൊല്ലാൻ പോണേ. അപ്പം എല്ലാവരും എല്ലാം കണ്ണോട്ടാ. എന്താ വെച്ചാൽ ഇതിനകത്ത് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ചാവും. ആദ്യം തന്നെ നമ്മൾ ടർട്ടിൽ ഗോളത്തിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടാ. നിങ്ങൾക്ക് ഇത് വായിക്കണമെങ്കിൽ വായിച്ചോട്ടെ, ഞാനൊന്നും പറയാനുള്ള. അപ്പോൾ ആദ്യം തന്നെ ഇവന് ആദ്യം ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് പേടിക്കണം ആവശ്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ പുതിയതായിട്ട് ഗോസ്റ്റ് ട്രയൽ ഇട്ടിട്ടാ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി കേട്ടാ. അതുകൊണ്ട് ഞാൻ എന്തായാലും മാറ്റും, അത് ഉറപ്പാണ്. അതെന്തായാലും മാറ്റും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ പേർക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നണേ. എനിക്ക് ഇത് ഇപ്പോൾ തന്നെ ഇച്ചിരി പേർക്ക് കാണാൻ പറ്റണുള്ളൂ. അപ്പോൾ ആദ്യത്തെ ബോസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാരിയുടെ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്നോ വാലിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ റിട്ടേൺ ടു ബിയർ വില്ലേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബിയർ വില്ലേജിലോട്ട് പോകുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എത്തിയുടെ കൊന്നിട്ട് എന്തായാലും ഞാൻ അവൻ്റെ ഗോസ്റ്റ് ട്രയൽ മാറ്റാം കേട്ടോ ഗൈസ്. ഞാൻ അതെന്തെന്നാണ് ഇത് കൂളായിട്ട് തോന്നുന്നു ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഗോസ്റ്റ് ട്രയൽ വെച്ചിക്കണത്. അപ്പോൾ ഗൈസ് ഞാൻ സ്നോ വാലിയിലോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഈ ലോഡിങ് സ്ക്രീൻ കഴിഞ്ഞിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇതിനകത്താണ് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തന്നെ പറയാൻ പറ്റണത്. അപ്പോൾ ഇവിടെ എത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവൻ സംസാരിക്കും, അത് ഞാൻ നേരെ അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഗോസ്റ്റ് ട്രയൽ മാറ്റാൻ. അപ്പോൾ ഗൈസ് ഇവിടെ വെച്ചാൽ ഞാൻ ഒരെങ്കിലും ചാവണത്. അപ്പോൾ എൻ്റെ ന്യൂബ് ഫോർമ അറിഞ്ഞിട്ടോ ഗൈസ്. എൻ്റെ പ്രോ ഫോർമ അപ്പം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റൂലായിരിക്കും. എനിക്ക് അധികം ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റണമെങ്കിൽ നിങ്ങൾ സീനാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അത്രക്കും അടിപൊളിയാണ്, എനിക്ക് അത്രയും പറയാനുള്ളൂ. അപ്പം ഞാൻ ഇപ്പം തന്നെ ചാവാറായിട്ട് ഇപ്പോഴാണ് ഞാൻ ചാവാൻ പോകുന്നത്. ഇപ്പോൾ 1 ലൈഫായി. ഇപ്പം ഞാൻ ചാകൂട്ട ഗൈസ്. നിങ്ങളത് നോക്കിക്കോ. 3, 2, 1 കണ്ട ഞാൻ ചത്തിട്ടാ ഗൈസ്. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ന്യൂബ് ഫോർമ അറിഞ്ഞു. നിങ്ങളതൊന്നും പേടിക്കണ്ട. ഇനി നമ്മളെന്തായാലും സ്നോ വാലിയിൽ പോയുണ്ട് നമുക്ക് കൊല്ലും ജെറ്റിയിടാം. എല്ലാവരും ക്ലാപ്പ് അടിച്ച് ടും ടും ടും. അപ്പോൾ ഗൈസ് ഞാൻ ഒന്നുകൂടിയും എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഈ ബീഡ് എന്തായാലും കൊല്ലണമെങ്കിൽ ആ ബീഡ് സൗണ്ട് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എറ്റിയുടെ ഒന്നും കൂടി ഫൈറ്റ് ചെയ്യാൻ പോണേ കേട്ടോ ഗൈസ്. അവനിങ്ങനെ ഊന്ന് എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ആ സ്നോ ബോൾ കളയുമ്പോൾ അതിനെ ഡോഡ്ജ് ചെയ്തിട്ടുണ്ട്. ഡോഡ്ജ് ചെയ്യുന്നല്ല, എൻ്റെ ലൈഫ് പോയി. നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവൻ്റെ ഗോസ്റ്റ് ട്രയൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അധികമൊന്നും കാണാൻ പറ്റൂലായിരിക്കും. ചിലപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ഗാർഡിയൻ്റെ കൊല്ലുമ്പോൾ ഇതെന്തായാലും മാറ്റും കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റൂലായിരിക്കും. എന്താ വെച്ചാൽ അത്രക്കും വലിയതാണ് ഈ സാധനം. അപ്പോൾ ഗൈസ് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം കൂടി ഞാൻ അടിക്കാൻ പോകണം കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഇപ്പം എന്താണെന്നറിയില്ല, കുറേ പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ബോധം കെടണേ. ഇത് കണ്ടിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബോധം കെടണത്. അപ്പോൾ ഗൈസ് ഇനി 1 പ്രാവശ്യം കൂടി ഇടിച്ചാൽ മതി കേട്ടോ. ഇനി 1 പ്രാവശ്യം കൂടിയും ഇടിച്ചാൽ ഇവൻ ചാകും. എന്നിട്ട് ഞാൻ ബാരിയുടെ രക്ഷിക്കണില്ല, നേരെ അങ്ങോട്ട് പോണേ. ബാരിയല്ല, അവൻ്റെ പേര് ഞാൻ മറന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുള്ള നടക്ക്. അത്രക്ക് ഇതായിപ്പോയി ഗൈസ്. അപ്പോൾ ഗൈസ് ബോധം കിട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ കൊല്ലാൻ പോണേണ്. ഇപ്പോഴാണ് ആദ്യമായിട്ട് പർപ്പിൾ ബെയറിനെ കാണിക്കണേ ഗൈസ്. അപ്പോൾ ഗൈസ് ഇനിയാണ് ഒരു OG സാധനം വന്നേട്ടാ. പറഞ്ഞ പോലെ ഞാൻ ആ സ്നോ വാലിയിലത്തെ ബോസിന് കൊല്ലുമ്പോൾ മറ്റവൻ്റെ രക്ഷിക്കാളാട്ടാ. എന്താണെന്നുള്ള ഞാൻ കുറേ സ്റ്റാർട്ടർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഗോസ്ട്രയിൽ മാറ്റാട്ടാ ഗൈസ്. അതിനുവേണ്ടി നമ്മൾ ആ മാജിക്കൽ തിങ്ങിൻ്റെ മാറ്റാം. നിങ്ങൾക്കറിയാമല്ല, ഞാൻ അധികം പോവാറൊക്കെയാണ്. അതുകൊണ്ടാണ് എനിക്ക് SBI ഗോൾഡൊന്നും മേടിക്കാൻ പറ്റാതെ. ചിലപ്പോൾ നിങ്ങൾ മേടിക്കേണ്ട. എന്തായാലും ഞാൻ SBI ഗോൾഡ് എന്തായാലും മേടിക്കുന്നത് ഉറപ്പാണ്. ഞാൻ അടുത്ത് തന്നെയാണ്, എന്തായാലും മേടിക്കാൻ പോണില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ OG സാധനം ചുവന്ന വണ്ടി. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ആ ചുവന്ന വണ്ടിയും കൊണ്ട് അവൻ പോണേ കേട്ടാ. എന്നിട്ട് ഞാൻ ഓർത്ത് ഞാൻ ഇപ്പം തന്നെ ചാകൂന്ന്. ഇതൊക്കെ എനിക്ക് എന്തോരം ലൈഫ് ഉണ്ടെന്ന്. ഞാൻ ലൈഫ് പോലും കൊടുക്കില്ല. അത് കാരണം നിങ്ങളോർക്കും എനിക്കിതിൻ്റെ സ്ഥലം അറിയില്ലാന്ന്. ബട്ട് യു ഗൈസ് ആർ റോങ്. എനിക്ക് എന്തായാലും അറിയാം ഗൈസ് ഇതിൻ്റെ എല്ലാ മാപ്സും. അപ്പോൾ ഇനി നമ്മൾ നേരെ പോർത്ത് അതിനൊക്കെ ഇങ്ങനെ ലെഫ്റ്റ് എടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ പോകുമ്പോൾ പിന്നെയും ലെഫ്റ്റ് എടുക്കാം. എന്നിട്ട് നമ്മൾ ബോസ് ഫൈറ്റിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. എനിക്കാകെ ഒരു ലൈഫ് കാരണം ഞാൻ 2 ലൈഫും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഇവൻ്റെ പേര് സാൻഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ കോഫിൻ തുറന്നിട്ടുണ്ട്. ദ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി എത്തിയിടാ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് എന്താണെന്നറിയില്ല. ആദ്യം ഞാൻ ബോസിൻ്റെ ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് വന്നാനേ ഗൈസ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കൊന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തോ കാണിച്ചിട്ടാ ഗൈസ്. എന്താന്ന് പോലും പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇവൻ്റെ ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ ലൈഫും പോയി, അവൻ ചത്തുമില്ല. അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗൈസ് ഞാൻ അവൻ്റെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലോക്കിൻ്റെ സ്ഥലത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് എൻ്റെ അടിപ്പൻ സാധനം കാണാൻ. അധികം അടിപൊളിയായിരുന്നു ഗൈസ്. അടിപൊളിയാണെങ്കിൽ അടിപൊളി എന്ന് പറയാട്ടോ ഗൈസ്. ഇനി നമ്മൾ സാൻഡിനെ രക്ഷിക്കേണ്ട ഗൈസ്. നമ്മൾ റിട്ടേൺ ടു ബിയർ വില്ലേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് ഗൈസ് ഏറ്റവും മെയിൻ ബോസ് വന്നത്, ദ പർപ്പിൾ ബിയർ. എനിക്ക് പർപ്പിൾ ബിയറിൻ്റെ ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. പർപ്പിൾ ബിയർ എന്താണെന്ന് അറിയില്ല. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കൊല്ലാൻ പറ്റുമായിരുന്നു. ഇപ്പം എനിക്കെന്ത് ടഫാടാ. എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് നിങ്ങളിത് ഫുള്ളും കാണുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എനിക്കിപ്പോൾ ഭയങ്കര ടഫെന്ന്. എന്താണെന്നറിയില്ല ഗൈസ്. ഞാൻ നന്നായിട്ട് ഓൾഡൊക്കെ ആയിട്ടാണ് ഞാൻ അത് പറഞ്ഞേ. ഞാനിപ്പോഴും കുഞ്ഞാ പോവാ. അപ്പോൾ ഗൈസ് ഇനി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എല്ലാറ്റിനും പണ്ടത്തെ പോലെ തന്നെ എല്ലാത്തിനും ഡോഡ്ജൊക്കെ ചെയ്തുകൊണ്ട് പോകട്ടാ. ഇത് കണ്ടോട്ടാ, വീ അങ്ങനെ പോവുമായിരുന്നു കേട്ടോ ഗൈസ്. എൻ്റെ ബാക്കിലും ബീച്ചൊക്കെ ഉണ്ടാകുക കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തേൻ്റെ നമുക്ക് ഒന്നില്ല കേട്ടോ. അതായത് എനിക്ക് വയ്യ ഒരു ലൈഫ് കളയാൻ. അപ്പോൾ ഗൈസ് ഞാൻ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സാധനത്തിന് മേലോട്ട് പോകാം. അയ്യോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഇനിയാണ് ഭയങ്കര ടഫ്. ചിലപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാനിവിടെ വെച്ച് പ്രോ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ ആദ്യത്തെ കൂട്ടൊന്നുമല്ല, ഇത് ന്യൂ ആണ്. ന്യൂ ഇയർ ന്യൂ മീ. ഞാൻ അത് തന്നെ കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ തന്നെ ഒന്നും വരൂല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പ്രോ ആയെന്ന് ഗൈസ്. അത്രക്കും പ്രോ ആയി ഞാൻ. പിന്നെ അടുത്ത വീഡിയോ ഞാൻ അടുത്തന്നെ ഇടണ്ടാവും കേട്ടോ. നിങ്ങളെന്താരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇടും. പുതിയ വീഡിയോ ഇപ്പോൾ തന്നെ ഇടും. ഇന്നല്ലെങ്കിൽ മറ്റന്നാൾ. അത്ര ഇപ്പം ഞാൻ പ്രോഡ് ഇത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ വീഴാൻ പോയി, അത് പേടിക്കേണ്ട ആവശ്യം പോയില്ല. കണ്ടോ ഞാൻ അത്രക്കും പ്രോ അല്ലേ.
ഞാൻ അത്രക്കും പ്രോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പറ, ഞാനത് അടുത്ത വീഡിയോയിൽ ഇടുമെന്നാണ്. കമൻറ്റിൽ നിങ്ങൾ പറ, ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ സാധനം മേളിക്കാനുകൊണ്ട് എന്തെന്നാണെന്നറിയോ നിങ്ങൾക്ക്? ദ ഓൺലി വൺ മൈ ബ്രദർ പർപ്പിൾ ബിയർ. ഞാൻ ഇപ്പോൾ ഒരു സീക്രറ്റും കാണിച്ചു തരാട്ടാ നിങ്ങൾക്ക്. ഇത് കാണിക്കാൻ ഞാൻ എടുത്തിട്ട് തല ഇന്നും പോയി, അത് അങ്ങനെ പോയി എൻ്റെ കൈ. ഇപ്പോൾ ഇത് കണ്ടോട്ടെ, എനിക്ക് തെറ്റിപ്പോണു ഗൈസ്. കണ്ട കപ്പുറ്റലൂസിൻ്റെ തല അവിടെ, അതാർക്കും അറിയില്ലായിരിക്കും എന്ന് എനിക്ക് തന്നെ തോന്നണേ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലത്. എല്ലാവരും ക്ലാപ്പ് അടിച്ച് ഇത് എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടാ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രക്കും കഷ്ടിച്ചാണ് കണ്ടുപിടിച്ചത്. ഞാൻ എങ്ങനെയോ കണ്ടുപിടിച്ചാ. ഇപ്പോൾ പർപ്പിൾ ബിയറിൻ്റെ ലേസർ കാരണം ഞാൻ ഇങ്ങനെ ചാടിക്കൊണ്ടത് എൻ്റെ തല കണ്ടായിരുന്നു ഇങ്ങനെ ഓ ഒന്ന് പോകുകയായിരുന്നു. ഇപ്പം ക്വീൻ ബീ ടെറസിൻ്റെ അമ്മ എല്ലാം ഡോട്ട് ചെയ്തുകൊണ്ട് പോകണേ കേട്ടോ. ഒരു ലൈഫൊക്കെ പോകും, അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയതെന്ന് വെച്ചാൽ ഞാൻ എന്തെന്നാണ് ആ സ്പൈക്കുമ്പോൾ കൊള്ളുമെന്ന് ഉദ്ദേശിച്ചുണ്ടാ, അതുകൊണ്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ ഞാൻ ബുംബൊന്ന് പോയാനേ. അപ്പോൾ ഗൈസ് ഇപ്പോൾ തന്നെ ക്വീൻ ബീ ടെറസിൻ്റെ ഞാൻ എന്താ ബീ ചെയ്തുകൊണ്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ക്വീൻ ബീ ടെറസ് ആ മറ്റേ എന്താണെന്നറിയോ, ഗൂ പോലത്തൊരു സാധനം അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഗൈസ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ അതെല്ലാം കഴിയും. അപ്പോൾ ഗൈസ് ഇപ്പം തന്നെ എൻ്റെ കഴിയൂട്ടാ. പിന്നെ ഞാൻ എൻ്റെ ലൈഫ് പോയി ആ ക്വീൻ ബീ ടെറസ് പറഞ്ഞു. ആ ക്വീൻ ബീ ടെറസ് അങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് തന്നെ അറിയൂല. പിന്നെ നിങ്ങൾക്കൊരു സീക്രറ്റും കൂടിയും പറയട്ടെ, അല്ലെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഷീക്ക് പാവം, ഷീക്ക് നമ്മുടെ രക്ഷിച്ച് ഗൈസ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷീക്കാന്ന് ഇടട്ടാ. അപ്പോൾ ഗൈസ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം വീസിനെ ചെയ്തുകൊണ്ടാണ് പോണത്. പക്ഷേ ഷീക്കൊക്കെ എന്താണെന്ന് അറിയാൻ ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റും നമ്മളെക്കാളും. അപ്പോൾ ഗൈസ് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ മറ്റേ തുടക്കം സ്ഥലം. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു ബി വന്നിട്ടുണ്ട്, ആ ബീഡ് എന്തായാലും കൊല്ലണം. പിന്നെ രണ്ടാമത്തെ ഒരു ബീം വന്ന് ഷീക്കയുടെ ഒപ്പം കളിക്കാൻ. എന്ത് ഫണ്ണിയല്ലേ ഇവന്മാരെ ഷീക്കയുടെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ വന്നിരിക്കണത്. അപ്പം ഞാൻ എന്തായാലും ഇപ്പം തന്നെ എൻ്റെ കഴിയും. അപ്പം ഞാൻ എന്തെന്നാണ് അവിടുത്തെ ഉള്ളതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അത് വെറുതെ പോയി. അപ്പോൾ ഗൈസ് ലാസ്റ്റത്തെ ബീയും കൂടി വന്നപ്പോൾ എൻ്റെ എല്ലാ ലൈഫും പോയിട്ടാ ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ വെച്ച് എന്താണെന്നറിയില്ല, ഞാൻ എല്ലാ സാധനവും പൊട്ടിച്ചില്ലേ, ഈ സ്പൈക്കോളത്തെ സാധനങ്ങളില്ലേ. അപ്പം ഞാൻ ആദ്യത്തെ സാധനത്തിൻ്റെ ചെയ്ത് ചിലപ്പോൾ അതൊരു കാര്യവും ഉണ്ടാകുന്നില്ല, അവൻ എന്തായാലും വീഴൂലായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാട്ടാ. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പം ഞാൻ ഉണ്ടായി നമ്മൾ ഇവൻ്റെ ഫൈറ്റ് ആയിട്ടേട്ടാ കണ്ട എൻ്റെ ലൈഫ് പോയത് കണ്ട. അപ്പോൾ ഗൈസ് ഈ വട്ടം മിസ്റ്റേക്ക് ഉണ്ടാക്കാണ്ടിരിക്കാൻ ഞാൻ ആ വീട് എന്തായാലും ഞാൻ വെറുതെ ആയിട്ടൊക്കെ കൊന്നത്. അപ്പോൾ ഗൈസ് പിന്നെയും എൻ്റെ ഒരു ലൈഫ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് അവരെ അടിച്ചിട്ടുണ്ട്. ഇപ്പം അവൻ തിരിച്ച് നമ്മുടെ ഈ പർപ്പിൾ സാധനം കൊണ്ട് പിന്നെയും അടിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ചാവൂട്ടോ ഗൈസ്, നിങ്ങൾ കണ്ട. അപ്പോഴാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാറുന്നത് ഗൈസ്. ഇനി നമ്മളെന്തായാലും നമ്മുടെ റിവെഞ്ച് എടുക്കൂലേ, എടുക്കും തോന്നണേ. എനിക്ക് തോന്നണേ ഞാൻ ചിലപ്പോൾ എടുക്കോളൂ എന്നാണ് തോന്നണേ. അപ്പോൾ ഗൈസ് പിന്നെയും ആ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഗൈസ് ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് പിന്നെയും പോയി. ഇതാണല്ലേ എൻ്റെ പ്രോ എന്നൊക്കെ വിളിക്കണേന്ന് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കണ്ടാവും ചിലപ്പോൾ ഗൈസ്. ഞാനത് പ്രോ ആയത് എന്താണെന്നറിയോ, പ്രോസുകളും മിസ്റ്റേക്കൊക്കെ ഉണ്ടാക്കും, അതുറപ്പാ. ഞാൻ പറയാണ് മാക് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഒരാൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ആ ഫൈറ്റിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണ്ട ഗൈസ്.
പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം തന്നെ ചാവുമെന്നാണ്. എന്താ വെച്ചാൽ ലൈഫ് നോക്കി നിങ്ങൾ ഒരെണ്ണത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പിന്നെയും പോയിക്കൊണ്ടിരിക്കും ഗൈസ്. ഞാൻ പിന്നെയും ചെത്ത് ഗൈസ്. ഒട്ടും ഇഷ്ടമല്ല ഈ പർപ്പിൾ ബിയർ. ഇനി എന്തായാലും പ്രോസിൻ്റെ ഇത് ഉണ്ടാക്കാൻ പോണാണ് ഞാൻ. ഇനി പ്രോസിൻ്റെ എന്തായാലും കൊല്ലും ഗൈസ്. ഒന്നും പറയാനില്ല. only the thing we are gonna kill purple bear. അപ്പോൾ ഗൈസ് ഞാൻ പർപ്പിൾ ബിയറിനെ കൊല്ലാൻ പോണേട്ടാ. പർപ്പിൾ ബിയർ എൻ്റെ അടുത്തോട്ട് വരികയാണ്. അത് വരണത് ഒരു മിസ്റ്റേക്കായിരുന്നു. അതായത് ഷീക്കട മേത്തുമ്മയാണ് അവൻ വെടി വെച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ കൊല്ലണം ഷീക്കട അടിച്ചുകൊണ്ട്. ഇപ്പം അവൻ്റെ ബീസും കൊണ്ട് വന്നോളും അനൂപ്. അപ്പം നമുക്ക് ആ ബീസിൻ്റെ ഒക്കെ കൊല്ലാട്ടൊന്ന്. ആ ബീ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ അവൻ്റെ മേത്തുകൊണ്ട് തന്നെ പോണത്. അപ്പോൾ അവന് വെടിവെച്ചാൽ അത് അപ്പുറത്തോട്ടാ പോണതെന്ന് എനിക്കറിയാം. അത്രക്ക് ന്യൂബാണ് അവന് എയിം അസിസ്റ്റ് പോലും ഇല്ല. അത്രക്ക് ന്യൂബാവൻ. ഞാൻ ആ മറ്റേ പർപ്പിൾ സാധനം കളഞ്ഞത് എനിക്ക് ഇനി എന്തോന്നാന്നറിയില്ല. ആ സാധനം എൻ്റെ മേത്തുകൊണ്ട് അടിക്കാണ്ടിരിക്കാൻ ഞാൻ എന്താ അറിയില്ല. കുറേ സ്റ്റട്ടേഴ്സുണ്ട്. എന്താണെന്നറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടാ. അപ്പോൾ ഗൈസ് നമ്മളേറ്റവും ലാസ്റ്റത്തെയും ബോസിനെയും കൊന്നിട്ടുണ്ട് ഫൈനലി. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയുമല്ല. ലാസ്റ്റ് ആ മറ്റേ ഇത് പറയണ്ടേ എന്താന്ന് വെച്ചാൽ ഗൈസ് എന്താണെന്നറിയാൻ സംഭവിച്ചത്. ഇവനെന്താ അവിടെ വെച്ച് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവൻ്റെ മറ്റേ സാധനം കാണാണ്ടായെന്നാണ് എനിക്ക് തന്നെ തോന്നണത്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനൊരു 2-3 സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. എനിക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണോട്ടാ എല്ലാവരും. പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താങ്ക് യു, പിന്നെ ഗുഡ് ബൈ, പിന്നെ വെയിറ്റ്. പിന്നെ എനിക്കെന്തോന്നാ ഒരു ലൈക്ക് തന്നോട്ടാ. പിന്നെ വേണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്ക്. ബൈ ടാറ്റാ.